അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ നിയമ വിദഗ്ധൻ, ഭരണഘടനാ വിദഗ്ധൻ നമ്മോടൊപ്പം ടെലിഫോണായി ചേരുകയാണ്. ശ്രീ കാളീശ്വരൻ രാജ, ഇപ്പോൾ സർക്കാർ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നൽകിയ സത്യവാങ്മൂലത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? തീരുമാനം മതപണ്ഡിതരുടേതാണ് ഇത്തരത്തിലുള്ള വിശ്വാസം സംബന്ധിച്ച വിഷയങ്ങളിൽ എന്ന് പറയുകയാണ് സർക്കാർ ഈ മറുപടി സത്യവാങ്മൂലത്തിലൂടെ 7 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ സർക്കാരിന്റെ നിലപാടിനെ കാണുന്നത്? എന്റെ അഭിപ്രായത്തിൽ സർക്കാർ ഈ കാര്യത്തിൽ ബഹുദൂരം പിന്നോട്ട് പോയിരിക്കുകയാണ്. കാരണം സർക്കാർ മുൻപെടുത്ത നിലപാട് കോടതിയിലായാലും ആ കോടതിയുടെ വിധി നടപ്പിലാക്കുന്ന കാര്യത്തിലായാലും എനിക്ക് തോന്നുന്നത് വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മുൻപ് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കേസുണ്ട് അമേരിക്കയിൽ നിന്നുള്ള ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള കേസ്. അവിടെ ആ കേസിലാണ് ഈ കറുത്ത വർഗ്ഗക്കാർക്കും വെളുത്ത വർഗ്ഗക്കാർക്കും ഒരുപോലെ അമേരിക്കയിലെ സ്കൂളുകളിൽ പ്രവേശനം നൽകണമെന്ന് പറഞ്ഞത്. പക്ഷേ അന്ന് അത് പറഞ്ഞപ്പോൾ ആ വിധി അനുസരിക്കാൻ അവിടുത്തെ ഒരു ഗവർണർ പോലും തയ്യാറായിരുന്നില്ല. അദ്ദേഹം യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ അവിടെ സത്യാഗ്രഹം ഇരുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് വളരെ ദശകങ്ങൾക്ക് ശേഷമാണ് കറുത്ത വർഗ്ഗക്കാർക്കും വെളുത്ത വർഗ്ഗക്കാർക്കും യൂണിവേഴ്സിറ്റികളിൽ ഒരുപോലെ പ്രവേശനം കിട്ടിയത്. എന്നതുപോലെ ഇവിടെയും ഇന്ന് സുപ്രീം കോടതി ഇപ്പോഴും ഈ വിധി ആദ്യത്തെ വിധി പറഞ്ഞതിന് ശേഷവും സാമാന്യ ജനങ്ങളുടെ ധാരണക്കനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ നിലയിലേക്ക് സർക്കാരും ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ആ വിധി വിപ്ലവകരമായിരുന്നുവെങ്കിലും അത് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അന്നത്തെ നിലപാടിൽ നിന്ന് മാറ്റം. ഇത് യഥാർത്ഥത്തിൽ പഴയ അർമീനിയ ഗവർണറുടെ നടപടിയെ കുറിച്ചിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ശ്രീ കാളീശ്വരൻ രാജ്, ഒരുപക്ഷെ 2019 അതിനുശേഷമുണ്ടായ തെരഞ്ഞെടുപ്പിൽ കൈപൊള്ളിയത് കൊണ്ട് വീണ്ടും നിലപാട് മാറ്റുക എന്നതിലേക്ക് സർക്കാർ എത്തിയതായിരിക്കും. ഇപ്പോൾ സത്യവാങ്മൂലം സമർപ്പിച്ചതിലൂടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നു നിൽക്കുമ്പോൾ വിശ്വാസികൾക്കൊപ്പം എന്ന് പറയാൻ സർക്കാരിന് ഒരു അവസരം കിട്ടി എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം, അല്ലേ? അങ്ങനെ വിലയിരുത്താൻ തീർച്ചയായും. പക്ഷെ സാമാന്യ ജനങ്ങളുടെ സാമാന്യ ബോധത്തിലേക്ക് പോവുകയാണ്. അല്ലാതെ ഒരു ഉന്നതമായിട്ടുള്ള ഭരണഘടനാ ബോധത്തിന്റെ സവിശേഷ ബോധത്തിലേക്ക് സാമാന്യ ജനങ്ങളെ ഉയർത്തുവാനുള്ള കെൽപ്പ് സർക്കാരിനില്ലാതെ പോയി. പലപ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള അപജയങ്ങൾ ഉണ്ടാകുന്നു എന്ന നിലയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. ശരി, വളരെ നന്ദി ശ്രീ കാളീശ്വരം രാജ. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ ഭരണഘടനാ വിദഗ്ധനാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. മതസ്വാതന്ത്ര്യത്തിന്റെ വ്യാപ്തിയും പരിധിയും, മതസ്വാതന്ത്ര്യ വ്യക്തിയുടെയും സംഘടനകളുടെയും അവകാശങ്ങൾ, ഹിന്ദു വിഭാഗം എന്ന പ്രയോഗത്തിന്റെ അർത്ഥവും വ്യാപ്തിയും, അവിശ്വാസികൾക്ക് മതാചാരങ്ങളിൽ ഹർജി നൽകാനാകുമോ, മതപരമായ വിഷയങ്ങളിൽ കോടതിക്ക് ഏതളവ് വരെ ഇടപെടാം, ഭരണഘടനാ ധാർമ്മികതയുടെ നിർവചനം, മതസ്വാതന്ത്ര്യത്തിൽ പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്നതിലെ വിവക്ഷ, ഇങ്ങനെ 7 ചോദ്യങ്ങൾക്കാണ് സർക്കാർ ഉത്തരം നൽകേണ്ടിയിരുന്നത്. ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന ഉത്തരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മതാചാരങ്ങളിൽ മനുഷ്യയുക്തിക്കനുസരിച്ചല്ല തീരുമാനമെടുക്കേണ്ടത്, സ്ത്രീ പ്രവേശനം ഗുരുതര മനുഷ്യാവകാശ ലംഘനമല്ല എന്ന് സർക്കാർ പറയുന്നു. ഒപ്പം പൊതു താൽപര്യ ഹർജികൾ നിലനിൽക്കില്ല, അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൊതു താൽപര്യ ഹർജികൾ നിലനിൽക്കില്ല എന്നുകൂടി സർക്കാർ വ്യക്തമാക്കുന്നു. അങ്ങനെ 7 ചോദ്യങ്ങൾക്കുള്ള മറുപടി സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. VS സർക്കാരിന്റെ സത്യവാങ്മൂലത്തിലെ നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നു. പുറത്തുള്ളവർക്ക് ഈ വിഷയം ചോദ്യം ചെയ്യാനാകില്ല എന്നതാണ് സർക്കാർ കൃത്യമായി ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത്.